വെള്ളാങ്ങല്ലൂരിൽ സോഡാ കുപ്പി തുറന്നപ്പോൾ ചത്ത പാമ്പിനെ കണ്ടെത്തി എന്നതാണ്. സോളാർ നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ട തൊഴിലാളികൾക്ക് ജീരക സോഡ കുപ്പിയിൽ നിന്ന് പാമ്പിനെ കിട്ടി എന്നതാണ്. ഇതിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. ബോട്ടിൽ തുറന്ന ഉടൻ തന്നെ ചത്ത പാമ്പിന്റെ കാണുന്നു. പിന്നീട് അത് അറിയിക്കുകയാണ് അധികൃതരെ. തുടർന്ന് സോഡാ നിർമ്മാണ യൂണിറ്റ് ആരോഗ്യ വിഭാഗം അടപ്പിച്ചു എന്നുള്ള വാർത്ത. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഇത്തരത്തിൽ സോഡ കുടിക്കാൻ വേണ്ടി പോയ സോളാർ നിർമ്മാണ തൊഴിലാളികളാണ്. ഇവർ ഒരു 3 പേരായിരുന്നു. ചായയും അതുപോലെ തന്നെ സോഡയൊക്കെ കുടിക്കാൻ വേണ്ടി കടയിലേക്ക് പോയത്. മനക്കപ്പടി എന്ന സ്ഥലത്തെ കടയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഇവർക്ക് ചത്ത പാമ്പിനെ ഈ സോഡയിൽ നിന്ന് കിട്ടിയത്. ജീരക സോഡയായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്. എന്തായാലും സരസൻ എന്ന ആ ഒരു അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളുടെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോഡ പൊട്ടിച്ചതിനുള്ളിലേക്ക് നോക്കിയപ്പോൾ തന്നെ അത് പൊങ്ങി വരികയായിരുന്നു ഈ ചത്ത പാമ്പ് എന്നാണ് പറയുന്നത്. ഉടൻ തന്നെ ഈ സോഡ നിർമ്മാണ കമ്പനിക്കാരനെ ഈ കടയുടമ വിളിക്കുകയായിരുന്നു. പച്ച നിറത്തിലുള്ള ബോട്ടിലാണ്, അതുകൊണ്ട് കടയുടമയും ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. പൊട്ടിച്ച് നോക്കിയപ്പോൾ മാത്രമാണ് ഇത് കണ്ടത്. എന്തായാലും ഈ സോഡ നിർമ്മാണ ഡെലിവറി ബോയിയെ വിളിച്ചു, സെയിൽസ്മാനെ വിളിച്ചു. അവർ സ്ഥലത്ത് വന്നു. അവർ നിഷേധിക്കുകയാണ്. തങ്ങളത് വൃത്തിയായി കഴുകാറുണ്ട് എന്നാണ് അവർ പറയുന്നത്. മറ്റേതെങ്കിലും തരത്തിൽ കയറി കൂടിയതാകാം എന്നൊരു വിശദീകരണമാണ്. പക്ഷെ മറ്റേതെങ്കിലും തരത്തിലെന്ന് പറഞ്ഞാൽ ഈ സോഡ ഉടൻ തന്നെ ഈ നിർമ്മിച്ച ഉടൻ തന്നെ ബോട്ടിൽ ചെയ്യാറാണ് പതിവ് പൂർണ്ണമായി. അത് എങ്ങനെ കയറിക്കൂടിയെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി എന്തായാലും ഈ പറയുന്ന നിർമ്മാണ യൂണിറ്റിലെ ആളുകൾക്ക് നൽകാനായില്ല എന്നാണ് പറയുന്നത്. എന്നാലും പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെടുകയായിരുന്നു വിഷയത്തിൽ. തുടർന്ന് ഈ പ്രദേശത്തിന് സമീപത്ത് തന്നെയാണ് ഈ സോഡ നിർമ്മാണ ഫാക്ടറി പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആരോഗ്യ വിഭാഗം ഈ മേഖലയിൽ പരിശോധന നടത്തി ഈ 1 മാസത്തിനുള്ളിൽ ഇവർ നൽകിയിരിക്കുന്ന കടകളിലേക്ക് സപ്ലൈ ചെയ്തിരിക്കുന്ന സോഡകൾ പൂർണ്ണമായി തിരിച്ചു വിളിക്കാനുള്ള ഒരു തീരുമാനം അവർ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർത്തും ഗുരുതരമായ സാഹചര്യമാണ്. ഈ പാമ്പിനെ കണ്ടെത്തിയത് ഈ സോഡ ബോട്ടിലിനുള്ളിൽ നിന്നാണ്. അനുജ.